Dear students, in the last class we just explained why these people hold money in the form of cash. എന്തുകൊണ്ടാണ് ജനങ്ങൾ പണം ലിക്വിഡ് ഫോമിൽ സൂക്ഷിക്കാനുള്ള കാരണം? അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിരിക്കാം. അവിടെ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയ ഒരു ആശയം ഇതാണ്. അക്കോർഡിംഗ് ടു പ്രൊഫസർ ജാൻ കെയ്ൻസ്, the demand for money is known as a liquidity preferences. ദ്രവത്വാഭിലാഷം എന്നാണ് നമ്മൾ പറയാം. കെയ്ൻസ് അഭിപ്രായത്തില് പണത്തിന്റെ ഡിമാൻഡിനെ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് ലിക്വിഡിറ്റി പ്രിഫറൻസസ്. ഈ ലിക്വിഡിറ്റി പ്രിഫറൻസ് ഉണ്ടാകുന്നത് പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ടാണ്. ദാറ്റ് ഈസ് liquidity preferences arises due to mainly 3 reasons. Number 1, that is a precautionary motive. Number 2, transaction motive. Number 3, speculative motive. 1, മുൻകരുതൽ പ്രേരകം. 2, കൈമാറ്റ പ്രേരകം. 3, ഊഹക്കച്ചവട പ്രേരകം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിരിക്കാം. ട്രാൻസാക്ഷൻ liquidity preferences arises due to these 3 reasons. ഇവിടെ നമ്മൾ പറയുന്നത് we have to just explain one by one. ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണമാണ് ഞാൻ ബോർഡിൽ എഴുതിയിരിക്കാം. The number 1, that is a precautionary motive. Precaution എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മുൻകരുതലാണ്. അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ പാരന്റ്സിനോട് നിങ്ങൾ ഒരു റെഡിമെയ്ഡ് മെറ്റീരിയൽ വാങ്ങിച്ചു തരാൻ പറയുമ്പോൾ അവർ പറയുന്ന പൈസ ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തില് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ പാരന്റ്സ് എന്തായിട്ട് ഒരു കുറച്ച് പൈസ അവരുടെ കൈവശം എന്തായാലും ഉണ്ടായിരിക്കും. അത് എന്ന് പറഞ്ഞാല് എന്തെങ്കിലും തരത്തിലൊരു എമർജൻസി വന്നു കഴിഞ്ഞാല് അൺഎക്സ്പെക്ടഡ് കണ്ടിജൻസീസ് എന്നാണ് നമ്മൾ പറയാം. ഇൻ കേസ് ഓഫ് എനി കൈൻഡ് ഓഫ് എമർജൻസി, പെട്ടെന്നൊരു അത്യാഹിതം സംഭവിച്ചു, ഉടനെ നമ്മൾ ആശുപത്രിയിൽ പോയി നമ്മൾ മിനിമം പേയ്മെന്റ് നമ്മൾ നടത്തിയിരിക്കണം. ഈവൻ നമുക്ക് ഇൻഷുറൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളൊരു ഇനീഷ്യൽ പേയ്മെന്റ് നമ്മൾ നടത്തിയിരിക്കണം. അപ്പൊ അതിനു വേണ്ടി കുറച്ച് പൈസ നമ്മൾ കയ്യിൽ സൂക്ഷിക്കുന്നു. എന്തെങ്കിലും തരത്തില് എമർജൻസി വന്നു കഴിഞ്ഞാൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് ആളുകൾ പൈസ കയ്യിൽ സൂക്ഷിക്കുന്നത്. Regarding this precautionary motive, there is much more explanation. There is only single explanation is the people hold money in the form of cash. Regarding this aspect, that is for meeting emergencies. എന്തെങ്കിലും തരത്തില് അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ, എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ആ കാര്യം സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ മറ്റെന്തെങ്കിലും തരത്തിലൊക്കെ വരുമ്പോൾ അതിനു വേണ്ടി കുറച്ച് പൈസ ലിക്വിഡ് ഫോമിൽ സൂക്ഷിക്കുന്നു. നമ്മുടെ കയ്യിലെ ATM കാർഡിന്റെ, ഡെബിറ്റ് കാർഡിന്റെ വിവിധ കാർഡുകളൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ശരി തന്നെ. എങ്കിലും കുറച്ച് പൈസ ലിക്വിഡ് ഫോമിൽ സൂക്ഷിക്കുന്നതിന്റെ കാരണം in order to meet emergencies, that is known as a precautionary motive. അതാണ് നമ്മൾ ആദ്യത്തെ ഒരു അനാലിസിസിൽ നമ്മൾ പറയാം. അവിടെ ഒരുപാട് വിശദീകരണത്തിന്റെ ആവശ്യമില്ല. That is number 1. Number 2, that is a transaction demand for money. അതായത് കൈമാറ്റ പ്രേരകം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുക. What do you mean by transaction demand for money? In the sense, the people hold money to meet daily transaction. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം he receive his salary at the beginning of the month. His expenditure occurs due to the entire month. അദ്ദേഹത്തിന്റെ ചെലവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്നു. പക്ഷെ വരുമാനം ആദ്യത്തെ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും അദ്ദേഹത്തിന് ലഭിക്കുക. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? കുറച്ച് പൈസ ലിക്വിഡ് ഫോമിൽ സൂക്ഷിക്കുന്നു. കാരണം എന്താണ്? in order to meet transaction for our daily life. നമ്മുടെ നിത്യജീവിതത്തിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി കുറച്ച് പൈസ കയ്യിൽ സൂക്ഷിക്കുന്നു. That is a basic explanation regarding this transaction motive in order to meet daily transaction. ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ നേരത്തെ പറഞ്ഞത് precautionary motive in order to meet emergencies or unexpected contingencies എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തേത് transaction motive in order to meet transaction for our daily life. Here we have to give a little bit of explanation regarding this transaction demand for money. ഇവിടെ 1-2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം. We can express transaction demand for money in the form of an M capital letter ആണ്, T capital ആണ്, D small letter ആണ് എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിക്കാം. ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്നാണ് നമ്മൾ വായിക്കേണ്ടത്. ഇവിടെ MTD എന്ന രീതിയിലൂടെ എഴുതിയിരിക്കുന്നത് വായിക്കേണ്ടത് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്നതിനെയാണ് നമ്മൾ MTD എന്ന രൂപത്തിലൂടെ നമ്മൾ എഴുതിയിരിക്കാം. വോളിയം ഓഫ് ട്രാൻസാക്ഷൻ ആണ് T എന്ന് എഴുതിയിരിക്കാം. ആ ഒരു ആശയം നിങ്ങൾ മനസ്സിലാക്കാം. ജസ്റ്റ് വി ഹാവ് ടു ബ്രഷ് അപ്പ് അവർ ഐഡിയ റിഗാർഡിംഗ്
in the second chapter, that is circular flow of income. നിങ്ങൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൽ നമ്മൾ പറഞ്ഞ ചില ആശയങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാക്കാനായിട്ട് എളുപ്പമാണ്. ഇനി എന്താണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ, in an economy there are only two sectors. The number one is household and the other one that is firm. Circular flow of income begins from factor service ആര് കൊടുത്തിരിക്കണം, ഹൗസ് ഹോൾഡ് കൊടുത്തിരിക്കണം. പേയ്മെന്റ് ആര് കൊടുക്കണം, ഫേംസ് കൊടുക്കണം. അല്ലെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞതാണ്. അവിടെ പറഞ്ഞ ചുരുക്കം ചില കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാണ്. ഒന്ന്, നമ്മൾ പറയുന്ന ഗാർഹിക മേഖലയിലുള്ളവര് ഫാക്ടർ സർവീസ് കൊടുത്തപ്പോൾ സ്ഥാപനങ്ങളിൽ നിന്ന് ഫോർ എക്സാമ്പിൾ ഒരു 100 രൂപ നമ്മുടെ ഗാർഹിക മേഖലയ്ക്ക് കൊടുത്തു എന്ന് നിങ്ങൾ സങ്കല്പിക്കാം. ശ്രദ്ധിക്കാം, അതായത് ഫാക്ടർ സർവീസ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ കൊടുത്തപ്പോൾ എന്ന് പറഞ്ഞാൽ ലാൻഡ് ലേബർ ക്യാപിറ്റൽ എന്റർപ്രൈസസ് എന്ന രൂപത്തിൽ കൊടുത്തപ്പോൾ ഫേംസിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടി, അവർക്ക് 100 രൂപ ലഭിച്ചു എന്ന് സങ്കല്പിക്കാം. ഇവരത് എന്ത് ചെയ്യണം, അപ്പോ ഒരു മാസത്തിന്റെ ആദ്യത്തെ ദിവസം സ്ഥാപനങ്ങളിൽ നിന്ന് 100 രൂപ ഗാർഹിക മേഖലയ്ക്ക് ഒരു ലേബർക്ക് കൊടുത്തു. ലേബർ എന്ത് ചെയ്യണം, ഈ പൈസയുമായി തിരിച്ച് എവിടെ പോകണം, ഈ സ്ഥാപനത്തിൽ വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. തിരിച്ചും ഈ 100 രൂപ ആർക്ക് കൊടുക്കണം, സ്ഥാപനത്തിന് വീണ്ടും കൊടുക്കണം. അപ്പോ നമ്മൾ പറയുന്ന ഈ 100 രൂപ എന്ന് പറയുന്നതാണ് ഇക്കോണമിയിൽ ആകെയുള്ള പൈസ. ഈ ആകെയുള്ള 100 രൂപ കൊണ്ട് യഥാർത്ഥത്തിൽ 200 രൂപയുടെ ഇടപാട് നടക്കുന്നുണ്ട് അല്ലേ. കാരണം ഫാക്ടർ സർവീസ് ഒരു സ്ഥാപനത്തിൽ പോയി കൊടുത്തു, 100 രൂപ സാലറി ഇനത്തിൽ കിട്ടി. ഇദ്ദേഹം ഈ പൈസയായി വീട്ടിൽ പോയി ഇദ്ദേഹത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി ഇതേ ഇൻകം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തിരിക്കണം, ഫാക്ടറി സ്ഥാപനത്തിലേക്ക് വന്നിരിക്കണം. 100 രൂപ മുഴുവൻ കൈപിടിച്ച സ്ഥാപനത്തിലേക്ക് വരണം. അദ്ദേഹത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ ഈ സ്ഥാപനത്തിന്റെ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിച്ചിരിക്കണം. തിരിച്ച് പേയ്മെന്റ് ആരിലേക്ക് തന്നെ തിരിച്ചു വരുന്നു, ഈ ഫേമിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. എന്ന് പറഞ്ഞാൽ ഇക്കോണമിയിൽ ആകെയുള്ളത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വളരെ സിമ്പിൾ ആയിട്ടുള്ള വാല്യൂസ് ഉപയോഗിച്ച് പറയാണ്, ഒരു ഇക്കോണമിയിൽ ആകെയുള്ളത് 100 രൂപയാണ്. പക്ഷെ ഈ 100 രൂപ യഥാർത്ഥത്തില് 200 രൂപയുടെ ഫലം ചെയ്യുന്നുണ്ട് ഇല്ലേ. അപ്പോ ഇവിടെ നമ്മൾ പറയുന്നത് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് എത്രയുള്ളൂ, ആകെ 100 രൂപയുള്ളൂ. പക്ഷെ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ എത്രയാണ്, യഥാർത്ഥത്തിൽ 200 രൂപയാണ്. കാരണം ആദ്യം 100 രൂപ ലേബർക്ക് വന്നു, ലേബർ ആ 100 രൂപ ഉപയോഗിച്ച് സ്ഥാപനത്തിലേക്ക് വന്നു, പേയ്മെന്റ് വീണ്ടും ആരിലേക്ക് എത്തി, ഫേംസിലേക്ക് എത്തി. എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഇക്കോണമിയിൽ ആകെ 100 രൂപയുള്ളൂ. പക്ഷെ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അത് 200 രൂപയാണ്. എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഇതിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് എ ഫ്രാക്ഷൻ ഇല്ലേ. നമ്മളിത് വർക്ക്ഔട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് 1/2 ആണ് നമുക്ക് കിട്ടുക. അതായത് ഇക്കോണമിയിൽ ആകെയുള്ളത് 100 രൂപയാണ്, യഥാർത്ഥത്തിൽ അത് 200 രൂപയുടെ ഫലം ചെയ്യുന്നു. ദാറ്റ് ഈസ് വോളിയം ഓഫ് ട്രാൻസാക്ഷൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് MTD. വോളിയം ഓഫ് ട്രാൻസാക്ഷൻ ഇഫ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ T, that is an transaction demand for money divided by T എന്ന് പറഞ്ഞാൽ the proportion between transaction demand for money and volume of transaction is always, it is represented by small letter k. K denotes that is a fraction. ഇവിടെ നമ്മൾ പറയുന്നു 100 രൂപയാണ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി, 200 രൂപയാണ് വോളിയം ഓഫ് ട്രാൻസാക്ഷൻ. നമ്മൾ അതിന്റെ അനുപാതം എടുത്താൽ അതെന്താണ്, അതൊരു ഫ്രാക്ഷൻ ആണ്, 1/2 നമുക്ക് ലഭിക്കാം. അപ്പോ ഇതിന്റെ അനുപാതം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും, ഒരു ഫ്രാക്ഷൻ ആയിരിക്കും. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ കെ. ഇനി നമുക്ക് ഈ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്, ഇവിടെ ട്രാൻസാക്ഷൻ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ഐഡന്റിഫൈ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി അല്ലേ. അതായത് ഈ സമവാക്യത്തില് നമുക്ക് ഈ ഫ്രാക്ഷൻ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, വോളിയം ഓഫ് ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി വർക്ക്ഔട്ട് ചെയ്യാം. ദാറ്റ് ഈസ് k into t അല്ലേ. ഈ ഫ്രാക്ഷന് വോളിയം ഓഫ് ട്രാൻസാക്ഷൻ കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഗുണിച്ചാൽ മതി. ചെറിയൊരു മാത്തമാറ്റിക്കൽ അനാലിസിസ് ആണ് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കാം. ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഈസ് റെപ്രസെന്റഡ് ബൈ MTD, ദാറ്റ് ഈസ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി. ശ്രദ്ധിച്ച് മനസ്സിലാക്കാം, എന്നാലാണ് പരീക്ഷയ്ക്ക് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. വോളിയം ഓഫ് ട്രാൻസാക്ഷൻ ഈസ് റെപ്രസെന്റഡ് ബൈ T. ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വേണ്ടി ഞാൻ പറഞ്ഞു. In an economy, in a two-sector economy, there are only a single firm and a single household. ആണെങ്കിൽ ഒരു ഐഡിയ കൺവേ ചെയ്യാൻ വേണ്ടി പറയാണ്, തിയറി പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, the firms give
rupees under to the household. ഒരു മാസത്തിന്റെ ജോലി ചെയ്യുന്നതിന് സ്ഥാപനം ഗാർഹിക മേഖലയിലുള്ളവർക്ക് 100 രൂപ കൊടുത്തു. അദ്ദേഹം അത് എന്ത് ചെയ്തിരിക്കണം? ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കാനായി തിരിച്ച് ഈ ഫേമിലേക്ക് തന്നെ വന്നിരിക്കണം. ഇക്കോണമിയിലെ ഫലത്തിൽ എന്തേ ഉള്ളൂ? 100 രൂപയുള്ളൂ. പക്ഷെ 200 രൂപയുടെ ഇടപാടുകൾ ഇക്കോണമിയിൽ നടക്കുന്നുണ്ട്. അതാണ് നമ്മളിവിടെ പറയുന്നത് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ആൻഡ് ദിസ് വോളിയം ഓഫ് ട്രാൻസാക്ഷൻ. ഇതിന്റെ അനുപാതം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഒരു ഫ്രാക്ഷൻ ആയിരിക്കും. It is represented by small letter k. If we get if they provide that is a fraction and the volume of transaction, we have to calculate transaction demand for money with the equation MTD equals k into t. ഈ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. സാധാരണ രീതിയിൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നതും വോളിയം ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നതും അത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? അതൊരു ഫ്രാക്ഷൻ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് രണ്ടാമത്തേതാണ്, ദാറ്റ് ഈസ് ട്രാൻസാക്ഷൻ മോട്ടീവ്. ഇറ്റ് ഈസ് ബേസിക്കലി ഇൻ ഓർഡർ ടു മീറ്റ് ദ ട്രാൻസാക്ഷൻ ഫോർ അവർ ഡെയിലി ലൈഫ്. നമ്മുടെ നിത്യജീവിതത്തിന് വേണ്ട ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടിയാണ് ആളുകൾ കുറച്ച് പൈസ കയ്യിൽ സൂക്ഷിക്കുന്നത് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അതിന് ചെറിയൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ, ഒരു ഇക്വേഷൻ രൂപത്തിൽ നമ്മൾ പറഞ്ഞു. That is an MTD divided by t is always a fraction, that is a smaller k. If they provide that is an k and t, we can calculate transaction demand for money, that is equal to k into t. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. And little bit of explanation regarding this transaction demand for money in the case of GDP. നമ്മൾ GDP-യുമായി ബന്ധപ്പെട്ട ചെറിയൊരു വിശദീകരണം കൂടെ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ if the GDP increases, I think you may be familiar with the term GDP, how we can calculate GDP and whether this GDP can be considered as the welfare of the economy. Everything we are already explained in the last chapter. Okay, fine. In a sense, whether when this GDP increases, what will happen to this transaction demand for money? GDP വർദ്ധിച്ചാൽ transaction demand for money ക്ക് എന്താ സംഭവിക്കാം? Without any doubt, when the GDP increases, transaction demand for money will also increases. അല്ലേ? GDP വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവിൽ വർധനവുണ്ടായി. എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് റിയൽ GDP ആണെങ്കിൽ, അല്ലെ? അപ്പൊ GDP വർദ്ധിച്ചാല് സ്വാഭാവികമായും രാജ്യത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവിൽ മാറ്റം സംഭവിക്കുന്നു. GDP വർദ്ധിക്കുമ്പോൾ it is understood the transaction demand for money will also increases. In the sense, there is a positive relationship between GDP and the transaction demand for money. എന്താണ് GDP എന്ന് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. GDP വർദ്ധിച്ചു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയും സ്വാഭാവികമായും എന്ത് ചെയ്തിരിക്കും? വർദ്ധിച്ചിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഇൻ ദ സെൻസ് there is a positive relationship. എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ ഡയറക്ഷനിലേക്കാണ് ആ മൂവ്മെന്റ് ഉണ്ടായിരിക്കുക. അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഇക്വേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. That is a transaction demand for money equals k into py. That is in the case of an GDP. Transaction demand for money equals k എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രാക്ഷൻ ആണ്. p into y എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. Just we have a little bit explanation. ഇവിടെ നമ്മൾ പറയുന്നത് y എന്ന് പറയുന്ന നോർമൽ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കാം, ഇക്കണോമിക്സില് ഇൻകം റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് y എന്ന അർത്ഥത്തില്. y എന്ന് പറഞ്ഞാൽ yield എന്ന അർത്ഥത്തിലാണ്. അപ്പൊ അതിന്റെ ആദ്യത്തെ ലെറ്റർ ആണ് y. അപ്പൊ y എന്ന് പറഞ്ഞാൽ ഇൻകം. സാധാരണ രീതിയിൽ നമ്മൾ റെപ്രസെന്റ് i എന്ന അക്ഷരമല്ല, y എന്ന് പറയുന്ന അക്ഷരമാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നു y എന്ന് പറഞ്ഞാൽ ഇൻകം. ഇൻ ദ കേസ് ഓഫ് എൻ ഇക്കോണമി ദാറ്റ് ഈസ് GDP ഓർ നാഷണൽ ഇൻകം, അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നു p into y എന്ന് പറഞ്ഞാൽ, p എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ പ്രൈസ് ലെവൽ, ഇക്കോണമിയിലുള്ള പൊതു വില നിലവാരം, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ GDP ഡിഫ്ലേറ്റർ എന്ന് പറയാം. എന്താണ് GDP ഡിഫ്ലേറ്റർ? നിങ്ങളൊന്ന് മറിച്ചു നോക്കുക. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് വീണ്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കാം. സിംപ്ലി ദാറ്റ് ഈസ് p ഈക്വൽസ് ജനറൽ പ്രൈസ് ലെവൽ. ചുരുക്കത്തിൽ p എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ പ്രൈസ് ലെവൽ ആണ്. y എന്ന് പറഞ്ഞാൽ ഹിയർ ഇറ്റ് ഈസ് GDP. അപ്പോ p into y എന്ന് പറഞ്ഞാൽ വിലയുടെ അടിസ്ഥാനത്തിലുള്ള GDP എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് നോമിനൽ GDP ആണ്, അല്ലെ? അത് നോമിനൽ GDP അല്ലെങ്കിൽ നമ്മൾ അതിന് പറയുന്ന വേറൊരു പേര് ദാറ്റ് ഈസ് മണി GDP എന്ന് നമ്മൾ പറയും. ശ്രദ്ധിക്കാം, p into y represents that is a nominal GDP or money GDP. p represents that is a general price level or GDP deflator. Money GDP divided by real GDP into 100 എന്ന് നമ്മൾ പറഞ്ഞിരുന്ന
GDP deflator എന്ന രീതിയിലും ഇതിനെ വ്യാഖ്യാനിക്കാം. Similarly, that is a general price level. And again, y, വെറുതെ നമ്മൾ y എന്ന് പറയുന്ന ഒരു ആശയം മാത്രം ഈ സമവാക്യത്തിൽ എടുത്താൽ that is a real GDP. അപ്പൊ എന്താണ് റിയൽ GDP? അതൊക്കെ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? രണ്ടാമത്തെ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. എന്താണ് റിയൽ GDP എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രൈസിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാം. ഒരു അടിസ്ഥാന വർഷം ഉണ്ടായിരിക്കണം. വിലയിൽ മാറ്റമില്ലാതെ GDP കണക്കാക്കുന്നതിനെയാണ് റിയൽ GDP എന്ന് നമ്മൾ പറയാം. അപ്പൊ ഇവിടെ വിലയുടെ സ്വാധീനം ഇല്ലാതെ GDP കണക്കാക്കുന്നതിനെയാണ് റിയൽ GDP എന്ന് പറയാം. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ y. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു? ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഈക്വൽസ് k into py. py represents that is a nominal GDP, p represents a general price level, y represents that is a real GDP. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പറയുന്നത്. അപ്പൊ വിലയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് നോമിനൽ GDP ആണ്. ശ്രദ്ധിക്കാം, വിലയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് നോമിനൽ GDP ആണ്. ഇൻകം y എന്ന് മാത്രമാണെങ്കിൽ അതെന്താണ്? റിയൽ GDP ആണ്. Small letter k is also represented by that is a fraction. Just we explained that is in the proportion between transaction demand for money and the volume of transaction is represented by small letter k. That is the equation for in case of that is GDP and transaction demand for money, MGD equals k into py. കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. സിംപ്ലി ഏറ്റവും ചുരുങ്ങിയ തോതിൽ നമ്മൾ പറഞ്ഞാൽ GDP വർദ്ധിക്കുമ്പോൾ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി വർദ്ധിക്കുന്നു. GDP കുറയുമ്പോൾ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി കുറയുന്നു. There is a positive relationship with the GDP in the case of a transaction demand for money. അതായത് കൈമാറ്റ പ്രേരകം എന്ന് പറയുന്നത് GDP-യുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിച്ചാൽ GDP-യും ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. GDP വർദ്ധിച്ചാൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി വർദ്ധിക്കുന്നു. GDP കുറഞ്ഞാൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി കുറയുന്നു. നമ്മൾ പറഞ്ഞു ലിക്വിഡിറ്റി പ്രിഫറൻസസ് അറൈസസ് ഡ്യൂ ടു മെയിൻലി 3 റീസൺസ്. പ്രധാനമായും 3 കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. ഒന്ന് പ്രിക്കോഷണറി മോട്ടീവ്, രണ്ടാമത്തേത് ട്രാൻസാക്ഷൻ മോട്ടീവ്, ആൻഡ് വൺ മോർ ഈസ് ദാറ്റ് ഈസ് മച്ച് മോർ ഇമ്പോർട്ടന്റ് റിഗാർഡിംഗ് ദി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ, ദാറ്റ് ഈസ് ആൻ സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് ചെറിയൊരു ഗ്രാഫ് ഉൾപ്പെടെയുള്ള ആശയങ്ങൾ അവിടെ പറയാനുണ്ട്. അതുകൊണ്ട് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്താത്തതിന്റെ കാരണം അതായിരുന്നു. അടുത്ത ക്ലാസ്സിൽ സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കൃത്യമായിട്ട് പറയാം. ഇത്രയും വിദ്യാർത്ഥികളെ നോട്ട് എഴുതാൻ വീണ്ടും നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നിങ്ങൾ നോട്ട് എഴുതാതെ വരുമ്പോൾ ക്ലാസ്സുകൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം നമ്മൾ ഓരോ ചാപ്റ്റർ നമ്മൾ പറയുന്നതോറും അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് കുറേശ്ശെ കൂടി വരികയാണ്. അപ്പൊ നിങ്ങൾ പിന്നാക്കം നിന്നാലേ പിന്നീട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങളോട് ഒരുവിധം എല്ലാ ക്ലാസ്സിന്റെ അവസാനം ഞാൻ ഇതിങ്ങനെ വീണ്ടും